ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് എന്നെ കാണുമ്പോൾ മേമൻ ഇല്ലത്തെ കുട്ടിയെ പോലെ ഇല്ലേ? അപ്പം ഇല്ലത്തെ കുട്ടി ഇന്നൊരു വെജിറ്റേറിയൻ കോഴീനെ ഷവായ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഇതിന് വേണ്ട മസാലകളൊക്കെ ഞാൻ ഇന്നലെ വൈകിട്ടേ റെഡിയാക്കി ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചതാട്ടോ. അത് വഴിയേ പറഞ്ഞു തരാം. അപ്പം ഇത് നമുക്ക് കുക്കറിൽ ഒരു 3 വിസിൽ കൊടുക്കാം. തീ കുറച്ച് വെച്ചൊരു 10-20 മിനിറ്റ് കുക്കാവട്ടെ കേട്ടോ. ഇപ്പോൾ ഷവായി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 2 കിലോ ഉള്ള 2,200 ഉണ്ടായിരുന്നു കേട്ടോ ഈ ചിക്കൻ. അത് മുഴുവനോട് കൂടി തൊലി കളഞ്ഞ് വൃത്തിയാക്കി, തൊലിയുള്ളതൊക്കെയാണ് മിക്കവാറും എല്ലാവരും കണ്ടേക്കണത്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഉണ്ടാക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും ഇനി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം പണി എളുപ്പമുണ്ട്, സംഭവം നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഈ മുഴുവനോടെയുള്ള ചിക്കനിലേക്ക് അരപ്പിന് വേണ്ടിയിട്ട് ഒരു 10-20 കൊച്ചുള്ളി, ഞാൻ കുറച്ച് കൊച്ചുള്ളി ഒരു സവാളയും കൂടി എടുത്തു കേട്ടോ, നന്നാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു 10-15 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ അതേ പച്ചമുളക്, മല്ലിയില, മസാലപ്പൊടി. ഈ മുഴുവനോടെയുള്ള കശ്മീരി ചില്ലി കുതിർത്തിട്ടാണ് അരയ്ക്കേണ്ടത്. അത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഗരം മസാലയും തക്കാളിയും ചേർത്ത്, നാരങ്ങ, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള നാരങ്ങ നീരും കൂടെ ചേർത്ത് ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ച ശേഷം പേസ്റ്റ് ആക്കണം കേട്ടോ. എന്നിട്ട് ഈ ചിക്കനിലേക്ക് നല്ലതുപോലെ പുരട്ടി ഒരു ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. നല്ല മസാലയൊക്കെ അതിനകത്ത് പിടിക്കുക. അപ്പോൾ ഞാൻ ഇന്നലെ ഇത് മേടിച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ ഇന്നാണത് കുക്ക് ചെയ്തത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചെറിയച്ഛൻ്റെ മക്കളും മോനും പിന്നെ ചെറിയച്ഛനും ഒക്കെ വന്ന് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടു. ചെറിയച്ഛൻ ചോദിച്ചു ഇത് ആരാ ഉണ്ടാക്കിയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ, അഭിമാനത്തോടു കൂടി. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞാനും ആദ്യമായിട്ടൊക്കെ തന്നെയാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് ഞാൻ കുക്കറിലേക്ക് വെച്ചു കേട്ടോ. ഇന്നെടുത്തിട്ട് കുക്കറിലൊരു 3 വിസിൽ, തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അല്ലാതെ ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ തന്നെ വെള്ളത്തിൻ്റെ അംശം ഇറങ്ങി വരും കേട്ടോ, ചിക്കനിൽ നിന്ന് തന്നെ. അപ്പോൾ ഇതിൽ വിസിലൊക്കെ വന്നു, എയർ പോയ ശേഷം ഞാൻ ചിക്കൻ എടുത്തപ്പോഴത്തേന് നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എടുക്കാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒരു വിധത്തിലാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിനെ പുറത്ത് ചാടിച്ചത്. അതിൻ്റെ ലെഗ് വിട്ട് വന്നു, കാരണം അത്രയും സോഫ്റ്റായിട്ടുണ്ടായിരുന്നു കുക്ക് ചെയ്തത്. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് സൺഫ്ലവർ ഓയിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് ഈ ചിക്കൻ എടുത്ത് ആദ്യം ഒന്ന് എല്ലാ സൈഡും കുക്ക് ചെയ്തെടുക്കുക, ഒന്ന് മൊരിയിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ കണ്ടോ ലെഗ് വിട്ട് വന്നത് കണ്ടോ. പിന്നെ ഞാനതിനെ ഒന്നിച്ചാക്കിയിട്ടാണ് ഫോട്ടോസൊക്കെ എടുത്തത് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മോന് ഭയങ്കര ഇഷ്ടമായി. നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മ എന്ന് പറഞ്ഞ് നാളെ സ്കൂളിൽ പോകുമ്പോൾ ഇതന്നെ തന്നു വിട്ടാൽ മതി എന്നാണ് പറഞ്ഞേക്കണേ. എന്തായാലും ഇതിങ്ങനെ മുറിച്ചെടുത്ത ശേഷം ഇതിൻ്റെ മസാല ഉണ്ടല്ലോ, ഈ എണ്ണയിൽ തന്നെ നമുക്കതിൻ്റെ മസാല എണ്ണ തെളിയും വരെ എന്താ പറയുക വറ്റിച്ചെടുക്കണം കേട്ടോ. എണ്ണ തെളിയണം. ഈ മസാല നല്ലപോലെ കുറുക്കിയെടുക്കുക. പിന്നെ ഇത്രയേ ഉള്ളൂ പണി. ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കിയാൽ മതി കേട്ടോ. വേറെ ഒരു പണിയില്ല, എളുപ്പമാണ്. എനിക്ക് തോന്നുന്നു മറ്റേ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ പണി എളുപ്പം തോന്നി. ആകെ ഒരു പണി വരുന്നത് കൊച്ചുള്ളി നന്നാക്കാൻ വേണ്ടി മാത്രം കേട്ടോ. അത് ചെറിയ ഉള്ളിക്ക് പകരം വേണമെങ്കിൽ നമുക്ക് സവാള യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കൊച്ചുള്ളിയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ മസാലയൊക്കെ വറ്റി നല്ല കുറുകി വന്നപ്പോൾ ഞാൻ ഈ എന്താ പറയുക ഒരു പ്ലേറ്റിലേക്ക് ആ മസാല ഒഴിച്ച് ഈ ചിക്കൻ വെച്ച് അതിൻ്റെ മേലെ ഈ മസാല ഒഴിച്ചിട്ട് ഇതിൽ കസൂരി മേത്തി ഇട്ട് കൊടുത്തു കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അതാണ് ഞാൻ എന്താ കൈകൊണ്ട് കുടയണേന്ന് ആലോചിക്കായിരുന്നു. കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. അത് ഇറക്കാൻ നേരത്ത് മതി. പിന്നെ ഒരല്പം നമ്മുടെ കെച്ചപ്പും കൂടെ ചേർത്ത് ഇളക്കി നല്ലൊരു ടേസ്റ്റിന് വേണ്ടി ഒരു പിഞ്ച് പഞ്ചസാര ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. അതൊരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ആ ഉപ്പും പുളിയും എല്ലാം കറക്റ്റായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ഇതിന് എനിക്ക് ഏറ്റവും നല്ല കോമ്പിനേഷൻ ഗുബൂസ് തന്നെയായിരിക്കും. ഞാൻ പൊറോട്ടയാണ് മേടിച്ചത്. പൊറോട്ടയുടെ കൂടെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.